ഇവന്റെ കല്യാണം ഇങ്ങനെയൊന്നും നടത്തണമെന്നായിരുന്നില്ല. ഒരേ ഒരു മോൻ, സാഹചര്യം ഇതായി പോകണ്ട. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പിന്നെ അമ്മ മരിച്ചിട്ട് അധികം നാളാകാത്തോണ്ട് ആർഭാടം കാണിക്കുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാ. ആർഭാടത്തിലല്ലല്ലോ കാര്യം, നടക്കുന്ന ചടങ്ങിലല്ലേ. അതിൻ്റെ പവിത്രതയും ശുദ്ധിയുമാണ് പ്രധാനം. അതൊക്കെ ആയിരിക്കും. എന്നാലും ഓരോന്നിനും ഓരോ രീതികളില്ലേ. പറയുന്നതുകൊണ്ട് ആർക്കൊന്നും തോന്നരുത്. എനിക്ക് ഈ ബന്ധത്തോട് ഒട്ടും യോജിപ്പില്ല. ചേരേണ്ടവർ തമ്മിലെ ചേരാവും. നീലും സ്വാതിയും തമ്മില് ഒട്ടും ചേർച്ചയില്ല. അതൊക്കെ ചേർന്നോളും. എങ്ങനെ ചേരുന്ന എനിക്ക് പ്രതീക്ഷയില്ല. ഒന്നുകില് നീൽ ഇത്ര തടി വെക്കണം, അല്ലെങ്കിൽ ഇവള് മെലിയണം. രണ്ടും നടക്കില്ല. കാഴ്ചക്കുള്ള ചേർച്ചയല്ലല്ലോ, മനസ്സുകൊണ്ടുള്ള ചേർച്ചയല്ലേ പ്രധാനം. അതെ, അത് തന്നെയാ പ്രധാനം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈശ്വര, നാട്ടുകാരെന്ത് പറയും? നാട്ടുകാര് പോട്ടെ, നീലുന്റെ ഫാൻസ് എന്ത് പറയും? വേദ. ഇതാരാ? അറിയില്ലേ? ഇതാണ് വേദ. ഈ വേദയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു നീലിന്റെ ആഗ്രഹം. ഇവര് തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നല്ലോ. ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാ. പിന്നെ എന്ത് ചെയ്യാൻ അങ്കിൾ, ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ. അല്ലേ വേദ? വേദയേക്കാൾ എന്തുകൊണ്ട് നീലിന് ചേരുന്നത് സ്വാതി തന്നെയാ. അത് കണ്ടാലും പറയും. നീൽ, ഒരു മിനിറ്റ്. ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഇതേ സ്ഥലം, ഇതേ മുഹൂർത്തം. നീൽ എന്റെ കഴുത്തിൽ താലി കെട്ടണം. അതെങ്ങനെ നടക്കും? ഞാനെല്ലാം പറഞ്ഞതല്ലേ നിന്നോട്. അതൊന്നും കേൾക്കണ്ടെന്ന് ഞാനും പറഞ്ഞതല്ലേ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എന്താണോ നിശ്ചയിച്ചത് അത് വേണം നടക്കാൻ.